അപ്പോൾ നമ്മൾ നമ്മുടെ എള്ളുണ്ടൊക്കെ ഉണ്ടാക്കി ഇല്ലേ, കണ്ടില്ലേ? ഹംസക്ക നല്ല മുരുമുരിയാന്നുള്ള വെള്ള എള്ളുണ്ടയും കറുത്ത എള്ളുണ്ടയൊക്കെ ഉണ്ടായി തന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ മാഞ്ഞാലി ഫ്രഷ് ചിപ്സ് സെൻറ്ററിൻ്റെ അടുത്താണ്. ഇവിടെ നല്ല അലുവയും അതുപോലെ തന്നെ മിച്ചറും എല്ലാം കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ പുര അവിടെയാണ് ഉണ്ടാക്കുന്ന, പുര അവിടെയാണ്. നമുക്ക് അവിടെ കയറി ചെന്ന് വലിഞ്ഞേറിയല്ല, നന്നായിട്ട് കയറി ചെന്ന് എന്തൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാം അറിയാം. വാ. അതെ, നമ്മൾ നമ്മുടെ നമസ്കാരം ഇങ്ങോട്ട് എത്തി. ഇതെന്തത് ലോഡറൊക്കെ ചെയ്യാനാണ്? അതൊക്കെ നമ്മുടെ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ്. ആഹാ, അലുവയുടെ പണി നടക്കുകയാണ്. ഇങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പം എത്ര നാളെ നമ്മൾ നമ്മുടെ ഫ്രഷ് ചിപ്സ് സെൻറ്റർ തുടങ്ങിയിട്ട്? എനിക്ക് ഒരു 9 വയസ്സ് ഞാൻ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 9 വയസ്സിൽ തന്നെ ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ തൊട്ട് പിന്നെ തന്നെ. അപ്പോൾ ഇക്കടെ പേരൊന്ന് പറയാമോ? അബ്ദുൽ സലാം. അപ്പോൾ സലാമിക്കാണ്. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണ്? ഇവിടുത്തെ സെൻറ്ററിലെ സ്പെഷ്യൽ എന്താണ്? അതിൻ്റെ എന്ന് വെച്ചാൽ ഫ്രഷ് ചിപ്സ് ആണ്, കംപ്ലീറ്റ് ഫ്രഷ് ചിപ്സ് ആണ്. ഫ്രഷ് ചിപ്സ് ആണ് മെയിൻലി. പിന്നെ മിക്സ്ചർ, ഹലുവ എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഇന്ന് ചെയ്തിട്ടാണ് ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്. അവിടെ അലുവ ആക്കുന്നുണ്ട്. എല്ലാം ഒരു ഇത് കേട്ട് തന്നെ തുടങ്ങിയതാണോ? ഇത് എത്ര വർഷം ഏകദേശം ഇത് തുടങ്ങിയിട്ട്? ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഒരു 21 വയസ്സിലാണ് ശരിക്കും സ്വന്തമായിട്ട് തുടങ്ങുന്നതല്ലേ. ഇത് നമ്മൾ അലുവയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യലാണ്. സ്പെഷ്യൽ അലുവ വേണോ? ഇത് ഗുരുവായൂർക്ക് മാത്രമുള്ളതാണ്. ഇതോ എന്താ അതിൻ്റെ സ്പെഷ്യാലിറ്റി? അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പായിട്ട് അവർക്കാണ്, ഈ തമിഴ്മാർക്കുകളാണ് അവർക്കാണ് ഏറ്റവും ഇത് വെറൈറ്റി ആയിട്ട് പോകുന്നത്. വെറൈറ്റി എന്താ മിക്സ് ചെയ്തേ? ഇതിൻ്റെ മിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര, മൈദ, RKG, ഡാൽഡ, ഓയിൽ, ഏലക്കായ, അണ്ടിപ്പരിപ്പ്, പിന്നെ തേങ്ങ. ഇത് റെഡ് അലുവ അതാണ് അവർ കൂടുതൽ എടുക്കുന്നത്. സ്പെഷ്യൽ ഗുരുവായൂർക്ക് പോകണം. ഓരോ വെറൈറ്റി ആണ്, ഒരു 4 ടൈപ്പ് ഉണ്ട് ഇപ്പോൾ ഇതിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരേ ദിവസം ഓരോന്ന് അടിക്കാൻ പറ്റുമോ? ഓഹോ, ഇത് ഇന്നത്തെ നാളെ വേറെ ഇരിക്കുള്ളൂ. ഇതൊക്കെ ഇത് ശർക്കര ഉരുക്കി വെച്ചേക്കാം. ബ്ലാക്ക് അലുവയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ബ്ലാക്ക് എന്ന് വെച്ചാൽ ഇത് ശർക്കരയും മൈദപ്പൊടി മാത്രം ചേർത്ത് ബ്ലാക്ക് അലുവ. മറ്റേ കളർ എന്തും പഞ്ചസാരയും മൈദയും ചേർത്ത് എത്ര കളർ വേണം നമുക്ക് വെറൈറ്റി ആയിട്ട്. ഇപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റും, എന്തുണ്ടാക്കുന്നത് കാണാൻ പറ്റും? ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഡെക്കറേഷൻ ചെയ്തിട്ടില്ലേ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പേരെന്താ ചേട്ടൻ്റെ? ഷിബു ചേട്ടൻ്റെ ഇപ്പോൾ വന്ന് കലക്കണ കേട്ടാ. നമ്മൾ റെഡ് അല്ലേ? റെഡ് കളറാണ്, മിക്സിംഗ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഓറഞ്ച് ആയിട്ട് വരുമല്ലേ? ഇപ്പം ഉണ്ടാക്കണേ ഈ ടൈപ്പ് തന്നെ ഓറഞ്ച്. ഇതിൻ്റെ തന്നെ ഓറഞ്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് റിങ് അലുവ, ഇത് മഞ്ഞ, ഇത് ഓറഞ്ച് അല്ല യെല്ലോ, അത് തന്നെ മഞ്ഞ. പൈനാപ്പിൾ അലുവ. ഇത് പിസ്ത മിക്സഡ് ഫ്രൂട്ടാണ്, പിസ്തയാണ്. ഇത് പിസ്ത ഫ്ലേവർ, ഇത് പൈനാപ്പിൾ ഫ്ലേവർ. ഇങ്ങനെ റിങ് അലുവ ഉണ്ടാകുമല്ലോ. അവിടെയൊക്കെ നല്ല മിക്സറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഇനി മിക്സറിന്റെ പണിയിലേക്ക് ഇറങ്ങിയില്ല ഉണ്ടോ? എന്നാൽ പിന്നെ തീർച്ചയായിട്ടും മിക്സറിന്റെ പണിയിലേക്ക് കിടക്കാൻ പാ. മിക്സറിന്റെ പണിയാണ്. ഇവിടെയാണോ? അതെ, ഇത് മാവ് കുഴക്കല്. ഏതിനുള്ള? ആദ്യം മിക്സറിനുള്ള മാവ് കുഴക്കാൻ. ഓക്കെ. അപ്പം മിക്സറിനുള്ള മാവ് കുഴക്കാൻ എന്ത് മാവ്? ഇത് കടലപ്പൊടി, കടലമാവുള്ള കടലമാവ്. പിന്നെ കടലമാവ് തനിച്ചടിക്കാൻ അത്ര ക്ലിയർ അല്ല. ഞങ്ങളുടെ വെറൈറ്റിയിലൊന്നും കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കണം. കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കുമല്ലേ? മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കളർ ലേശം കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് പാൽക്കായ. അതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന ഈ സാധനം. അപ്പോൾ നമ്മൾ പാൽക്കായ കലക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയണേ. സ്മെല്ല് വന്നില്ലേ? നല്ല എനിക്കിഷ്ടപ്പെട്ടില്ല. പാൽക്കായമാണ്. പാൽക്കായവും കളറും കൂടി ഇട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ. പച്ചവെള്ളം ഒഴിക്കണം അല്ലേ? പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മാവിൻ്റെ പരിവ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ.
മാവിന്റെ ആ മാവിന്റെ പരുവൊന്ന് കാണിച്ചു കയ്യിലൊട്ടാത്താണ് അതിന്റെ. കയ്യിലൊട്ടാത്ത ഈ ഒരു ഉണ്ട പോലെ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇവിടെ ഒരു ഉരുളി അങ്ങ് സെറ്റ് ചെയ്ത് തറയിലങ്ങ് വെച്ചേക്കാണ്, ഇത് എടുക്കത്തില്ല. ഇനി അവിടെ നമ്മുടെ അച്ചില് എന്ത് ഷേപ്പ് അത് മറ്റേ നമ്മ ഈ വാർപ്പിന് വേണ്ടി നൂൽ ഷേപ്പിലാണ്. അപ്പൊ ഇത് ആ ഒരു തരി ഇതാണ്, ഇത് വാരിക്കോരും. ഇതാണ് അതിന്റെ അച്ച്. നമ്മള് ഈ അടപ്പിന്റെ ഒരു പ്രത്യേകത, ഈ അടുപ്പിനോ ശരിക്കും ബോറമ്പി അല്ലേ, ബോറമ്പെ സിസ്റ്റം ബോംബെ ബോറമ്പെ നമ്മൾ ആദ്യത്തിന് ബോറമ്പില്ലേ ബ്രെഡൊക്കെ ഉണ്ടാക്കൊണ്ടിരിക്കുന്നത്. ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബോറമ്പാന്ന് പറയില്ല മുമ്പ്. ഇപ്പോഴത്തേക്ക് ഇലക്ട്രിക് ബോറമ്പയാണ് കേക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ ഇതാണ് അടുപ്പ്, മറ്റേ കയറ്റി വെക്കണം. അത് വെച്ചിട്ടുണ്ടെങ്കിൽ വിറക് കുറച്ച് മതി, ഭയങ്കര ചൂടായിരിക്കും. ഓഹോ, അങ്ങനത്തെ സിസ്റ്റം. ഇത് വിറക് കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ, പക്ഷെ നല്ല ചൂടായിരിക്കും. അങ്ങനെ സിസ്റ്റം യൂസ് ചെയ്തേക്കണേ. മടക്കി മടക്കൊണ്ടിരിക്കും. ഇപ്പം അപ്പുറവും ഇപ്പുറവും എല്ലാം മുരിയും. അപ്പുറവും ഇപ്പുറവും എല്ലാം മുരിഞ്ഞങ്ങ് കിട്ടും. ഇതങ്ങ് കോരി എടുക്കുകയാണ്. ഇത് കൊട്ടയിലോട്ട് ഇട്ടു. ഇനി ഇതിങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഇനി അടുത്ത നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാം? പിന്നെ അത് നമ്മൾ തനിച്ച് കടലമാവും അതിന് മറ്റേ ചെറിയ കളർ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ബൂന്തി മാതിരി ബൂന്തി ആക്കുമല്ലേ നമ്മൾ നേരത്തെ കണ്ടില്ല ബൂന്തി. അപ്പോൾ ആ ബൂന്തി ആക്കിയെടുക്കും. അത് കഴിഞ്ഞിട്ട് കപ്പലണ്ടി വറുത്തെടുത്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് മസാലപ്പൊടിയും മറ്റേ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേപ്പിലൊക്കെ ഇട്ട് റെഡിയാക്കി. എന്തായാലും അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്ത് ഈ ഒരു രീതിയിലായി കിട്ടും. ഇതാണ് എൻ്റെ തരി. ഇനി ബൂന്തി ആക്കും, കപ്പലണ്ടി ഫ്രൈ ചെയ്തെടുക്കും, എന്നിട്ട് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യും അല്ലേ? അതിപ്പോൾ ചെയ്യില്ല, അപ്പോൾ ചെയ്യും. ഇത് കഴിയുമ്പോൾ തന്നെ ഓരോന്നോരോന്നായിക്കും. ഇത് കഴിയുമ്പോൾ ഓരോന്നോരോന്നായില്ലേ? അപ്പോൾ നമ്മുടെ നൂഡിൽസ് പോലെയുള്ള സംഭവം കഴിഞ്ഞു. അടുത്ത ബൂന്തി. ഒരു ലേറ്റസ്റ്റ് പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നത്, സേമിയ. മിക്സറിന്റെ സേമിയ. ഇപ്പൊ അടുത്ത ബൂന്തി ആഡ് ചെയ്യാൻ പോവാണ്. തനിച്ച് കടലപ്പൊടി പിന്നെ അരിമോദകം. അതിന് ടേസ്റ്റിന് പ്രത്യേകത. അരിമോദകം കടലപ്പൊടിയും കൂടി ചേർത്താണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ ഓൾസി കൂടി ഇടുന്നു. മണിയായിട്ട് അത് പൊരിച്ചെടുക്കുന്നു. അങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾക്ക് ഒരു കാര്യം കളർ ചേർക്കുമല്ലേ? അപ്പോൾ ഈ ഒരു ബക്കറ്റ് നിറച്ചുണ്ട്. നമുക്ക് ഈ ബക്കറ്റ് നിറച്ച് ഇനി ഇങ്ങനെ ആക്കണം. വെയിറ്റ് ചെയ്യാം. ബക്കറ്റ് വെള്ളം ബൂന്തി കഴിഞ്ഞു. അപ്പോൾ ഇടാലോ, നമുക്ക് അതിനകത്തേക്ക് ഇടാലോ. നല്ല പച്ചക്കപ്പലിൻ്റെ എടുത്ത് ഇട്ടിട്ടുണ്ട്. ബൂന്തി കോരി മാറ്റി. ഇപ്പോൾ നമ്മൾ പച്ചക്കപ്പലിൻ്റെ എടുത്തിട്ടു. നമ്മൾ അതായത് വെള്ളത്തിലിട്ട് കുതിർത്തിയതല്ലേ? ക്ലീൻ ചെയ്തേക്കണം, വെള്ളത്തിലിടില്ല. കുതിർത്തില്ല. മണ്ണും കല്ലൊന്നും ഇല്ലാണ്ട് ക്ലീൻ ചെയ്തെടുക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് വേസ്റ്റ് ആയതുണ്ടാവും, അത് നമുക്ക് അടിച്ച് കഴിക്കും. അപ്പം അതൊക്കെ നോക്കി ക്ലീൻ ചെയ്തേക്കുമല്ലേ? നമ്മൾ ഇടയ്ക്ക് കടല വറുത്ത് തിന്നുമ്പോൾ കഴിക്കാൻ കുറേ നല്ലത് തിന്നിട്ട് അവസാനം ഒരു ചെറിയൊരു കരിക്കാപ്പീക്കരി എടുത്ത് കഴിക്കും. അതോടെ മൊത്തം തിന്നേണ്ട ടേസ്റ്റ് കിട്ടും. അതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കണേണ്. അതുകൊണ്ട് ആ ഒരു കടിപ്പ് കിട്ടില്ല. ആ തീ അവിടെ കിടത്തുന്നുണ്ട്. തീ കൺട്രോൾ ചെയ്യണേ നമ്മളെ. അത് കൺട്രോൾ ചെയ്യാണത്. വെള്ളമൊഴിച്ച് ഏകദേശം ആവാറായി ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ കപ്പലിൻ്റെ ആയിട്ടുണ്ട്. കപ്പലിൻ്റെയും വറുത്ത് കോരി ഇനിയിപ്പോൾ അങ്ങോട്ട് മാറ്റി. ഇനിയിപ്പോൾ അടുത്ത എന്താ അടുത്തത് മിക്സിങ് ഓഫ് ദ ഹോൾ കൺട്രീസ് ഇന്ത്യ. അപ്പോൾ അങ്ങടുത്ത് നമ്മൾ പാർത്തും. അപ്പോൾ തന്നെ മിക്സ് ചെയ്യാൻ പോവാണ്. വേണ്ടിയിട്ട് ഇടാൻ പോവാം. മിക്സിങ് ഓഫ് ഇന്ത്യ. ഇത് കേക്ക് മിക്സിംഗ് ഒക്കെ പോലെ തന്നെ ഒരു പ്രക്രിയയാണ്.